സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ വൻ തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടിച്ചത് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പ്ലാസ്റ്റിക് യൂണിറ്റിൽ. തീയണച്ചത് 20 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. പാർലമെന്റ് സമ്മേളനം രണ്ടാം ദിനം. എംപിമാരുടെ സത്യപ്രതിജ്ഞ ഇന്നും തുടരും. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. നീറ്റ് UG പരീക്ഷ ക്രമക്കേടിൽ കൂടുതൽ കേസുകൾ ഏറ്റെടുത്ത് CBI. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയതിനെതിരായ ED ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കുടിവെള്ള പ്രശ്നത്തിൽ നിരാഹാര സമരത്തിലിരുന്ന ദില്ലി ജലമന്ത്രി അതിഷി മർലേനെ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ശക്തമായ മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം. രാജ്യചരിത്രത്തിലെ തീരാക്കളങ്കം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് 49 വർഷം. ദുരന്ത ചരിത്രത്തിന്റെ ഓർമ്മകൾ കടന്നുപോകുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് ജനം തിരിച്ചടി നൽകിയ തെരഞ്ഞെടുപ്പ് നാളുകളിൽ. T20 ലോകകപ്പിൽ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി. നിർണായക മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടുന്നു. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ഇന്ന് ഇറങ്ങുന്നു. യൂറോയിൽ സ്പെയിനും ഇറ്റലിയും പ്രീ ക്വാർട്ടറിൽ. നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. മരണത്തിൽ ഉത്തരവാദി എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെന്ന് കമ്പനി വിശദീകരണം. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. മലബാർ ജില്ലകളിൽ കൂടുതൽ സീറ്റ് അനുവദിക്കണമെന്ന ആവശ്യവുമായി SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ. SFIയെ പരിഹസിച്ചുവെന്ന വ്യാജ വാർത്തകൾക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി. SFIയെ പരിഹസിച്ചുവെന്ന രീതിയിൽ മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകിയത് KSUMSF കരിങ്കൊടി സമരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മന്ത്രി നൽകിയ മറുപടി. നാണമില്ലേ മാധ്യമങ്ങളെ എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ പരിഹാസവുമായി മന്ത്രി. ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി സപ്ലൈകോ. ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 11 പുതിയ പദ്ധതികൾ സപ്ലൈകോ നടപ്പിലാക്കുമെന്ന് മന്ത്രി GR അനിൽ. കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വൈദികരെ തടഞ്ഞ യാക്കോബായ വിഭാഗം. പള്ളിയുടെ ഗേറ്റ് പൂട്ടി അകത്ത് നിലയുറപ്പിച്ച വിശ്വാസികൾ ഓർത്തഡോക്സ് വൈദികരെ പള്ളിക്കകത്ത് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. കാപ്പ നിയമപ്രകാരം നിരന്തരം കുറ്റവാളികളെ നാടുകടത്തിയതിൽ കോട്ടയം ജില്ല മുന്നിൽ. ഈ വർഷം ഇതുവരെ ജില്ലയിൽ കാപ്പ ചുമത്തിയത് 301 സ്ഥിരം കുറ്റവാളികൾക്കെതിരെ. പെരുമ്പാവൂർ രായമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറിലേക്ക് വലിയ അളവിൽ നീരുറവ് വരുന്നതിൽ ആശങ്ക. ജലം വീഴുന്നത് കിണറിന്റെ ഒരു ഭാഗത്തെ ഭിത്തിക്ക് ഉള്ളിലൂടെ. അത്ഭുത നീരുറവ്. രായമംഗലം സ്വദേശി സന്തോഷിന്റെ വീട്ടിലെ കിണറിൽ. കണ്ണൂർ പയ്യന്നൂർ നഗരസഭയുടെ ഫിറ്റ്നസ് കേന്ദ്രത്തിൽ എത്തുന്നത് 17 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള വനിതകൾ. വ്യായാമത്തിന് സ്ത്രീകൾക്കായി പ്രത്യേക ഇടമൊരുക്കി പയ്യന്നൂർ നഗരസഭ. ആധുനിക മലയാള സിനിമയുടെ വക്താവായ KR മോഹനൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 7 വർഷം. കൈരളി ചാനലിന്റെ ആദ്യ പ്രോഗ്രാം മേധാവിയും
ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു KR മോഹനൻ. പത്തനംതിട്ട ഏഴംകുളം ഏനാത്ത് റോഡിൽ മാങ്കൂട്ടത്ത് കനത്ത മഴയിലും കാറ്റിലും നെല്ലിമരം കടപുഴകി റോഡിലേക്ക് വീണു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അടൂരിൽ നിന്ന് അഗ്നിരക്ഷാ ശമന സേനയെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ ചെറുതുരുത്തിയിൽ റെയിൽ പാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ സമീപമാണ് 10ഓളം കല്ലുകൾ പാളത്തിൽ നിരത്തിവെച്ചതായി കണ്ടെത്തിയത്. റെയിൽവേ പോലീസും പാലക്കാട് നിന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 3ഇടങ്ങളിൽ സ്ത്രീകളുടെ മാല പൊട്ടിച്ച സംഘം അറസ്റ്റിൽ. 3അംഗ സംഘം മോഷണം നടത്തിയത് 1 മണിക്കൂറിനിടയിൽ പൊട്ടിച്ചെടുത്തത് 5.5 പവൻ സ്വർണം. പാലക്കാട് പത്തിരിപ്പാലയിൽ 3 വിദ്യാർത്ഥികളെ കാണാതായത് 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ അതുൽ കൃഷ്ണ, ആദിത്യൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥി അനിരുദ്ധ് എന്നിവരെ. കുറ്റാലത്ത് അപായ സൈറൻ മുഴക്കിയത് ജലപാതയിൽ പൊടുന്നനെ നീരൊഴുക്ക് ശക്തിപ്പെട്ടതിനെ തുടർന്ന് ഇനി ഒരു അറിയിപ്പ് നൽകും വരെ വിനോദസഞ്ചാരികൾക്ക് വിലക്ക്. തൃശൂർ ഒല്ലൂരിൽ റെയിൽവേ ജീവനക്കാരൻ ഡ്യൂട്ടിക്കിടെ ട്രെയിൻ തട്ടി മരിച്ചത് കീമാനായി ജോലി ചെയ്തിരുന്ന KS ഉത്തമൻ. വേനാട് എക്സ്പ്രസ് ഇടിച്ചായിരുന്നു മരണം. കാസർഗോഡ് കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തി ഉപേക്ഷിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. കുറ്റപത്രം സമർപ്പിച്ചത് സംഭവം നടന്ന 40ാം ദിവസം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ 15 ദിവസത്തിൽ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. വിമർശനം ട്രെയിൻ ദുരന്തം, പരീക്ഷാ വിവാദം, വിലക്കയറ്റം തുടങ്ങിയ 10 സംഭവങ്ങൾ അക്കമിട്ട് നിരത്തി രാഹുൽ ഗാന്ധി. ഹരിയാനയിൽ നവദമ്പതികളെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഹരിയാന സ്വദേശികളായ തേജ്വീർ സിംഗ്, മീണ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അജ്ഞാതർ വെടിയുതിർത്തത് ഇരുവരും പാർക്കിലിരിക്കവേ. പ്രാണപ്രതിഷ്ഠ നടന്ന് 6 മാസത്തിനുള്ളിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ചോർച്ചയുണ്ടെന്ന് മുഖ്യപുരോഹിതൻ. ചോർച്ച രാംലല്ലയുടെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന ശ്രീകോവിലിൽ. മധ്യപ്രദേശിൽ BJP വനിതാ നേതാവിന്റെ ദുരൂഹമരണത്തിൽ തുമ്പൊന്നും ലഭിക്കാതെ പോലീസ്. മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും പോലീസ് കേസ് അന്വേഷിക്കുന്നു. വകുപ്പുതല അനാസ്ഥയാണ് അന്വേഷണം വഴിമുട്ടാൻ കാരണമെന്ന് ആക്ഷേപം. പാർലമെന്റിൽ ഇനി BJPക്ക് പിന്തുണയില്ലെന്ന് BJD. രാജ്യസഭയിൽ ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും BJD. രാജസ്ഥാനിൽ വിനോദസഞ്ചാരികളായ സ്ത്രീകളെ ശല്യപ്പെടുത്തുകയും അവരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. യുവാവ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വനിതാ വിനോദസഞ്ചാരികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരവധി വീഡിയോകൾ. അയോധ്യയിലേക്കുള്ള വിമാനം, ട്രെയിൻ, ബസ് സർവീസുകൾ വെട്ടിക്കുറച്ചു. സർവീസുകൾ കുറച്ചത് യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ.
കർണാടകയിലെ കൽബുർഗി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. ടെർമിനൽ കെട്ടിടത്തിലെ കുളിമുറിയിൽ 5 ബോംബുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഇമെയിൽ സന്ദേശം വ്യാജമെന്ന് കണ്ടെത്തി. വർഷം പഴക്കമുള്ള ചട്ടത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. വാടക ഗർഭധാരണത്തിലൂടെ കുട്ടികളുണ്ടായാൽ സർക്കാർ വനിതാ ജീവനക്കാർക്ക് ഇനി 180 ദിവസത്തെ പ്രസവാവധി. ബീഹാർ പോലീസ് സബോർഡിനേറ്റ് സർവീസസ് കമ്മീഷൻ പരീക്ഷ പേപ്പർ ചോർത്താൻ ശ്രമം. പരീക്ഷ എഴുതാനെത്തിയ യുവാവ് പിടിയിലായത് മൊബൈൽ ഫോണിൽ ചോദ്യപേപ്പറിന്റെ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപ് ആദ്യ സംവാദം ഇന്ന്. സംവാദത്തിൽ ഗർഭഛിദ്രാവകാശം പ്രധാന വിഷയമാകും. സംവാദത്തിലെ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവും. റഷ്യയിൽ സിനഗോഗുകൾക്കും പള്ളികൾക്കും നേർക്ക് അജ്ഞാതരായ അക്രമികൾ വെടിവയ്പ് നടത്തിയ സംഭവം. വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. ഞായറാഴ്ച റഷ്യയിലെ ഡാഗസ്റ്റനിലെ നോർത്ത് കോക്കസ് മേഖലയിലാണ് സംഭവമെന്ന് പ്രദേശത്തിന്റെ ഗവർണർ അറിയിച്ചു. ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ പലസ്തീൻ ഫുട്ബോൾ താരം മുഹമ്മദ് അബു അൽ അത്തയും കുടുംബവും കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ചയാണ് ഇവരുടെ വീടിനു നേരെ ബോംബാക്രമണമുണ്ടായത്. അത്തയുടെ ഭാര്യ ഡോക്ടർ റൂബ ഇസ്മായിലും 2 മക്കളും കൊല്ലപ്പെട്ടതായി അധികൃതർ. അയർലൻഡിൽ മലയാളി നഴ്സ് പ്രസവത്തെ തുടർന്ന് മരിച്ചു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിനി സ്റ്റെഫി ബൈജു ആണ് മരിച്ചത്. പ്രസവത്തെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. മലയാളികളായ നോബിയും ജോബിയും ഇംഗ്ലണ്ടിൽ നിന്ന് റോഡ് മാർഗം കേരളത്തിലേക്കുള്ള സാഹസിക യാത്രയുമായി ശ്രദ്ധ നേടുന്നു. 20 രാജ്യങ്ങൾ കടന്ന് ഏകദേശം 20,000 മൈൽ ദൂരം 60 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇരുവരും തൃശൂർ ജില്ലയിലെ ചാലക്കുടി സ്വദേശികളാണ്. കുട്ടികളുടെ ചികിത്സയ്ക്കായി ഫണ്ട് തേടി മലയാളി ഡോക്ടർമാരുടെ സൈക്കിൾ യാത്ര. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ചികിത്സയ്ക്കുള്ള ഫണ്ട് ശേഖരണാർത്ഥമാണ് ലണ്ടൻ പാരീസ് സൈക്കിൾ യാത്ര. മലയാളികളായ 7 അംഗ സംഘമാണ് ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് സൈക്കിൾ യാത്ര നടത്തുന്നത്. കുടിയേറ്റ നയപ്രഖ്യാപനത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ നേട്ടം പ്രതീക്ഷിച്ചു ബൈഡൻ അധികമാരും തൊടാൻ ധൈര്യപ്പെടാത്ത കുടിയേറ്റ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ മുതിർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ബൈഡന്റെ പദ്ധതി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് റിപ്പോർട്ട്. ഡോക്ടർ അഡ്വക്കേറ്റ് മാത്യു വൈരമൺ എഴുതിയ ആത്മീയ കാൽപ്പാടുകൾ പ്രകാശനം ചെയ്തു. റോജി വർഗീസ് പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണം സദസ്സിന് നൽകി. സാമുവൽ തോമസ് പുസ്തകത്തിന്റെ കോപ്പി ഡോക്ടർ ലെസ്ലി മാത്യു ഓസ്റ്റിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ഒക്ലഹോമയിൽ ലഹരിമരുന്ന് കേസിലെ പ്രതി ജയിൽ ചാടി. യൂണിയൻ സിറ്റി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് തെരച്ചിൽ തുടരുന്നു. യൂണിയൻ സിറ്റി കറക്ഷൻസ് ഫെസിലിറ്റിയിൽ നിന്നും സാമുവൽ സ്റ്റീവൻസ് ആണ് ജയിൽ ചാടിയത്. ടെക്സാസിലെ കൺവീനിയൻസ് സ്റ്റോറിൽ മോഷണത്തിനിടെ നടന്ന വെടിവയ്പിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ ബപ്പട്ല സ്വദേശി ദാസിരി ഗോപികൃഷ്ണയാണ് കൊല്ലപ്പെട്ടത്. 8 മാസം മുൻപാണ് ഇയാൾ യുഎസിലെത്തിയത്. കടുത്ത ചൂടിനെ തുടർന്ന് ഈ വർഷം 1301 ഹജ്ജ് തീർത്ഥാടകർ മരിച്ചതായി സ്ഥിരീകരിച്ച സൗദി. മരിച്ചവരിൽ 83% പേരും അനധികൃത തീർത്ഥാടകരാണെന്നും എല്ലാവരെയും മക്കയിൽ തന്നെ കവറടക്കിയെന്നും സൗദി ആരോഗ്യമന്ത്രി. രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാതിരിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതിനെതിരെ UAE പബ്ലിക് പ്രോസിക്യൂഷൻ. അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ ഇന്ത്യയിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി സലാം എയർ ചെന്നൈയിലേക്ക് സർവീസ് നടത്തുമെന്ന് അധികൃതർ. ജൂലൈ 11 മുതൽ മസ്കറ്റിൽ നിന്ന് നേരിട്ട് ഫ്ലൈറ്റുകൾ ആരംഭിക്കും.
പ്രവാസി കൗൺസിൽ കേരളയുടെ നേതൃത്വത്തിൽ സലാലയിൽ ഈദ് സംഗമം 2024 സംഘടിപ്പിച്ചു. ഈദ് സംഗമം സംഘടിപ്പിച്ചത് വിവിധങ്ങളായ പരിപാടികളോടെ. ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായനാ ദിനവും ചങ്ങമ്പുഴ അനുസ്മരണവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ കൺവീനർ സന്തോഷ് കുമാർ ചങ്ങമ്പുഴയെ അനുസ്മരിച്ച് വായനാ ദിന സന്ദേശം നൽകി. കൈരളി സലാല വസന്തോത്സവം ഈദ് കലാസന്ധ്യ കൈരളി ഹാളിൽ നടന്നു. കൈരളി ബാലസംഘം പ്രവർത്തകരും കൈരളി സലാലയുടെ വിവിധ കലാകാരന്മാരും ഉൾപ്പെട്ട വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൽക്കി 2898 AD ബുക്കിംഗിന്റെ ആദ്യ ദിനം വിറ്റത് 2,81,895 ടിക്കറ്റുകൾ. ചിത്രം ഇതിനകം നേടിയത് 7.7 കോടി രൂപ. ചിത്രം ജൂൺ 27-ന് തിയേറ്ററുകളിലേക്ക് എത്തും. നവാഗതനായ രവീഷ് നാഥ് സംവിധാനം ചെയ്യുന്ന ചിത്രം സമാധാനത്തിന്റെ പുസ്തകത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ചിത്രം ജൂലൈ 19-ന് തിയേറ്ററുകളിലേക്ക് എത്തും. ആരാധകനെ സുരക്ഷാ ഗാർഡുമാർ തള്ളി നീക്കിയ വീഡിയോ വൈറലായതിന് പിന്നാലെ ക്ഷമാപണം നടത്തി നാഗാർജുന. ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുമെന്നും നാഗാർജുന. റേസ് എന്ന ചിത്രത്തിന് 4ാം ഭാഗം വരുന്നുവെന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഉടൻ പ്രഖ്യാപിക്കുമെന്നും അഭിനേതാക്കൾ പുതിയവരായിരിക്കുമെന്നും നിർമ്മാതാവ് രമേശ് തൗരാനി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.